ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്തെറ്റിക് മാത്സ് ആൻഡ് റൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്താ പറയാനാ, വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആഫ്റ്റർ ഗോയിങ് ടു എ ക്രാഫ്റ്റ് ഷോപ്പ്. അതായത് എൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ടാണെങ്കിൽ കയ്യിൽ ദുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുക എന്ത് വാങ്ങിച്ച് നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷനായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാനൊരു അൺപാക്കിങ്, അതായത് ബാഗിനകത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എന്തെല്ലാം പ്രോഡക്റ്റ്സ്, അതായത് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആഫ്റ്റർ മൈ ഷോപ്പിംഗ്, ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ കേസ് എൻ്റെ ബാഗിനകത്തൊരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം എന്തൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് എൻ്റെ ബാഗ് കാണാം. ഓക്കെ, പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹാൻഡ് ബാഗ്, പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹാൻഡ് ബാഗ് ഇതാണ്. സോ ഐ എം സോ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഞാനിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഉടനെ പൊട്ടിച്ച് നോക്കും. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ എൻ്റെ ബാഗിനകത്ത് ഞാൻ ഇന്ന് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് കാണിക്കാൻ പോകുന്നത്. ദിസ് ഈസ് മൈ ബാഗ്. ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഈ കമ്പാർട്ട്മെൻറ്റ് തുറക്കാം. ഈ കമ്പാർട്ട്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ബോക്സിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ഒരു എ ടി എം കാർഡ് ഉണ്ട്. പിന്നെ ദിസ് വൺ ഈസ് നമ്മളൊരു കടയിൽ പോയപ്പോഴത്തേക്കുള്ള ഒരു വിസിറ്റിംഗ് കാർഡാണ്. ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ചില്ലറ പൈസ കാണും, ഒരു സ്ലൈഡ് കാണും. യൂഷ്വലി നമ്മളെ ബാഗിനകത്ത് കുറച്ച് എസ്തെറ്റിക് ആവാം, ഡീസൻ്റ് ആവാം. സോ ഫസ്റ്റ് ഉള്ളത് ഈ ഒരു ഹെയർ ക്ലിപ്പാണ് ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നത്. പിന്നെ നമ്മളാരും സെലിബ്രിറ്റീസ് അല്ല, അപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് 2 ഹെയർ ക്ലിപ്സാണ്. ജസ്റ്റ് ഹെയർ ക്ലിപ്സ് എപ്പോഴോ തല കെട്ടിയിരുന്നപ്പോഴത്തേക്ക് മാറ്റി ഈ ബാർ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇളക്കി ബാനകത്ത് ഇട്ടിരുന്നതാണ്. പിന്നെ ഉള്ളത് 2 ബാറ്ററി ഉണ്ട്. ഇത് ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ലേസറിൽ ബാറ്ററി തീർന്നപ്പോഴത്തേക്ക് അത് ചേഞ്ച് ചെയ്ത് ഇതിനകത്തിട്ട് വെച്ചതാണ്. ആവശ്യമൊന്നും വരില്ല, പിന്നെ എടുത്ത് മാറ്റാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ കുറച്ച് ചില്ലറ പൈസയുണ്ട്, പിച്ചക്കാരി ദാരിദ്ര്യം. ഒരു 2 രൂപ തൊട്ട് 1 രൂപ, പിന്നെന്താ 1 രൂപ ഇത്രയാണ് എൻ്റെ കയ്യിൽ ഉള്ള പൈസ എന്ന് പറയുന്നത്. അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ പുറത്ത് പോകുമ്പോൾ ഫുൾ മെസ്ഡപ്പ് ആക്കിയിട്ടാണ്, പുറത്ത് പോകുമ്പോൾ ഫുൾ ചിലവാക്കിയിട്ടാണ് വരുന്നത്. സോ അതത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആണ്, ഐ ആം സോ എക്സൈറ്റഡ് ടു അൺബോക്സ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ പൊതികളുണ്ട്. ഞാൻ ലോക്കലല്ല, അത്യാവശ്യം നമ്മളിവിടെ ക്രാഫ്റ്റ് കിട്ടുന്നൊരു കടകളെന്ന് പറഞ്ഞാൽ പാറശാല ഗാന്ധി പാർക്കിൻ്റെ അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇപ്പം ഇൻസ്റ്റൻറ്റ് നീഡിനുള്ള കുറച്ച് സാധനങ്ങൾ തട്ടിമുട്ടി സാധനങ്ങൾ, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, ഈ പഴയ കൈൻഡ് ഓഫ് വർക്ക് ചെയ്യണം എന്നുള്ളവർക്കുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. അത്യാവശ്യം നല്ല കൈൻഡ് ഓഫ് കിട്ടും. പിന്നെ ഒരു കടയെന്ന് പറയുന്നത്, കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവിടെയും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ 2ാമത്തെ കടയിൽ കയറി വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യം പറയാം, ഞാൻ ചെറിയ രീതിക്ക് ഒരു അരക്കിറക്കാണ് ഈ ഒരു കേസിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 162 സംതിങ്ങിന് നമ്മുടെ മീഷോയിൽ നിന്ന് ഇതേ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ യു ചെക്ക് ഇറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് കിട്ടിയതിനെക്കാട്ടിലും 65 റുപ്പീസ്, 65 രൂപയേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ കളറിനൊക്കെ ഒരു എൻഹാൻസ്മെൻറ്റ് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ കയ്യിൽ ആവശ്യത്തിന് എണ്ണം കൂടിയിട്ടുണ്ട്. അതെന്ത് ചെയ്യാന്നല്ല, നമുക്ക് ഇനിയും യൂസ് വരുമല്ലോ. മേ ബി നമുക്ക് ഇനിയും ഭാവിയിൽ എന്തെങ്കിലും യൂസ് വന്നാലോ, ഒന്ന് പൊട്ടിപ്പോയാൽ വി ക്യാൻ ടേക്ക് അനദർ വൺ, ആ ഒരു കൈൻഡ്. അപ്പം ഇതൊരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ്. എനിക്കിവിടെ ഒരു കുരിപ്പുണ്ട്, അവൻ പടം വരച്ച് കഴിഞ്ഞാൽ എടുത്ത് നമ്മുടെ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് വരത്തില്ലേ, അവൻ ഇതെടുത്ത് ചുമരിൽ പതിപ്പിച്ച് തീർക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിരുന്നു. സോ ഐ ബൈ 1
അതായത് നമുക്കിപ്പോൾ വലുതായിട്ട് നമ്മുടെ പേജിൽ സെയിൽസ് ഒന്നും നടക്കാത്തത് കൊണ്ട് നമുക്കിപ്പം എല്ലാ പ്രോഡക്റ്റും ഇങ്ങനെ ഡംപ്ഡായിട്ട് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ തിരിച്ചു വരും ഉണ്ണിക്കുട്ട, നമ്മൾ തിരിച്ചു വരും. നെക്സ്റ്റ് വന്നിട്ട് ഈ കവറിൽ ഇത് കഴിഞ്ഞു കേട്ടോ. നോ ചീറ്റിങ്, ഞാൻ എല്ലാം കാണിക്കും. ദാറ്റ്സ് ഇതിനകത്ത് എന്തോന്നുണ്ടാക്കാം. യു ക്യാൻ ഗെസ്. സോ എക്സൈറ്റഡ്. ഞാനൊരു ക്ലൂ തരാം. എംബ്രോയ്ഡറിക്ക് പറ്റിയ സാധനമാണ്. ഞാൻ ചില കടകളിലൊക്കെ പോകുമ്പോഴേ അവരെന്നോട് ചോദിക്കും ഇന്ന സാധനം എംബ്രോയ്ഡറി ചെയ്യാനാണ്. ഞാൻ പറയും എല്ലാം ഞാൻ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇത് എന്തോ ചെയ്യണേ അങ്ങനെ ചോദിച്ചാൽ ഐ ഹാവ് നോ ഐഡിയ. പക്ഷേ ചെയ്ത് തീർന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതാണെന്ന് എനിക്കൊരിത് വരും. അപ്പോൾ വലിച്ച് നീട്ടുന്നില്ല. ഇപ്പം തന്നെ 5 മിനിറ്റായി. നിങ്ങൾക്കും ബോറടിക്കാന്ന് പറയട്ടോ, ബോറടിക്കാതെ കാണണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഐസ്ക്രീം സ്റ്റിക്സ്. കുറേ ക്രാഫ്റ്റ് കാണുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അപ്പം ഐ ഗോട്ട് ഐസ്ക്രീം സ്റ്റിക്സ്. പിന്നെ എല്ലാം അവിടെ കിടക്കുന്നത് നാളെ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഇത് സാധനം വാങ്ങിച്ചു ഞാൻ. ഐ ലവ് ദിസ്. 1 മീറ്ററിന് 10 രൂപ. പക്ഷെ ഒരു ബണ്ടിലായിട്ട് എടുക്കുന്നതാണ് ലാഭം. കാരണം ഇത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സാരിയോ ഡ്രസ്സിലോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഈ ടോപ്പ് വന്നിട്ട് ഇതിൻ്റെ മയിൽപ്പീലിയും ഈ വർക്കൊക്കെ ഞാൻ ചെയ്തതാണ്. ഈ ടോപ്പിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. യു ആർ എക്സൈറ്റഡ് ടു വാച്ച് മൈ വീഡിയോ, സോ പ്ലീസ് കമൻറ്റ് ദിസ് ഡ്രസ്. ഹൗ മച്ചാ മോറ. ഒരു മോറും ഇനിയും മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറും, സെൻറ്റൻസ് മൊത്തം മാറും. അപ്പോൾ ഈ ഡ്രസ്സിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിങ്ങളൊന്ന് ഗെസ് ചെയ്യുക. അത് നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ ഹിൻ്റുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ് പ്രിൻ്റാണിത്. ഹാൻഡ് മെയ്ഡ് ഡ്രസ്സാണ്. ഞാൻ തച്ച എൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷനാണ് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കണ്ടപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ലേസ് മേടിച്ചിട്ടുണ്ട്. സോ എക്സൈറ്റഡ് ടു യൂസ് ദിസ്. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സാരിയിൽ വയ്ക്കാം, ഹെയർ ബോ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്കൊരു ഇയറിങ് ചെയ്യാം. ഓക്കെ, ഈ ഐഡിയ മറക്കാതിരുന്നാൽ വി ക്യാൻ ഡു ഇയറിങ് വിത്ത് ദിസ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ദെൻ ഇതൊന്നും നമ്മൾ ഇതിനെ പാമ്പർ ചെയ്ത് വെക്കണം. ബിക്കോസ് ഇത് വൈറ്റാണ്, പെട്ടെന്ന് ചീത്തയാവും. ഇവിടെ നോൺ AC ആണ്. എനിക്ക് AC ഇഷ്ടമില്ല. നമുക്കിവിടെ AC ഇല്ല. നോൺ AC എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നില്ല. ഇവിടെ AC ഇല്ല. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പൊടി അടിക്കാതെ വെക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് കവറിലിട്ട് വെച്ചേ. ഞാനിത് കവറിലാക്കിയിട്ടുണ്ട്. ദെൻ ഇത് മേടിച്ചു. ഇത് 20 രൂപയാണ് ഒരു ബഡ്സിന്. എനിക്കിനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ട്രിവാൻഡ്രം പോകത്തില്ല. കാരണം നമുക്കിപ്പോൾ വർക്കില്ല, എല്ലാം ഷോർട്ടേജാണ്. നമ്മുടെ ഇൻകം മൊത്തം സ്റ്റക്കായി നിൽക്കുകയാണ്. സോ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓണമൊക്കെ വരെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ വാങ്ങിച്ചതിലുള്ളതാണ്. ഇതെന്തായാലും ചീത്തയാകത്തൊന്നുമില്ല. സോ വി ക്യാൻ പക്ഷേ ഞാനൊന്ന് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ചീത്തയാകത്തൊന്നുമില്ല. ഞാനൊന്ന് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം സൂക്ഷിച്ച് വയ്ക്കണം. ആ ഒരു കൈൻഡിലാണേ. പിന്നെ എനിക്ക് ഒരു സ്പെഷ്യൽ സാധനം കിട്ടി. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഫോക്കസ് ആവുന്നുണ്ടോയെന്ന്? ഫോക്കസ് ആവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴത്തേക്കും ഇത് വന്നിട്ട് ഇത് നമ്മുടെ ഫ്ലവറിങ് ടേപ്പാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഇതേ സെയിം സാധനം തന്നെ, പക്ഷേ ഈ കളറിൽ. നമ്മളിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി കിട്ടുമ്പോഴത്തേക്കും ചാടിക്കയറി വാങ്ങിച്ചു കൊള്ളണം. സോ അത് നമുക്ക് എന്നായിരുന്നാലും യൂസ് ആവും. എനിക്കും യൂസ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ബിസിനസ് ഡള്ളാണ്. എല്ലാം ഒന്നും ഒരു രീതിക്കും സെയിലാവുന്നില്ല. ബട്ട് നമുക്ക് തിരിച്ചു പിടിക്കാടോ. ജീവിതം ഇനിയും ബാക്കിയുണ്ടല്ലോ. ലെറ്റ്സ് ഡു ഇറ്റ്. നെക്സ്റ്റ് സൂപ്പർ എക്സൈറ്റിംഗ് ബീഡ്സ്. കുറച്ച് ഇങ്ങനത്തെ ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഈ സാധനം ഇപ്പം നമുക്ക് അത്ര സ്റ്റോക്കിങ്ങിൽ കിട്ടുന്നില്ല. വൈ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ചെറിയ സ്റ്റോൺസ് മേടിച്ചിട്ടുണ്ട്. ചെറിയ സ്റ്റോൺസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും പിന്നെ നമ്മുടെ ഈ സ്റ്റോൺ ചെയിനും ഇത്രയുമാണ് ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത്രയും ഞാനൊന്ന് മാറ്റി വെക്കട്ടെ. നെക്സ്റ്റ് എൻ്റെ ആക്രിപ്പെട്ടിക്കകത്ത് എന്തോ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു തൊപ്പിയുണ്ട്. തൊപ്പി അത് ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നത്. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ വെയിലായതുകൊണ്ട് ഐ എം യൂസിങ് ദിസ് ക്യാപ്പ്. പിന്നെ ഈ ലുക്കും
അതുമായിട്ട് ഒരു മാച്ചും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് മാറ്റാം. അപ്പം ക്യാപ്പുണ്ട്. എൻ്റെ ഹെയർ സ്റ്റൈൽ കുളമായി കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് പെട്ടി പൊട്ടിക്കാം. സൂപ്പർ എക്സൈറ്റഡ് ടു. ഇതിൽ കുറച്ചധികം തിങ്സ് ഉണ്ട്. ബിക്കോസ് ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും മെനക്കിട്ട് ഇറങ്ങിയില്ലേ, അങ്ങനെ നനഞ്ഞില്ലേ, പിന്നെ നമുക്കൊന്ന് കുളിച്ച് കയറാം, ആ ഒരു വൈബാ. പക്ഷേ ഇതാ പോകുന്നു, തറയിൽ പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുക. ദെൻ അതിലുണ്ടായിരുന്ന പോലെ കുറച്ച് തിങ്സ് ഉണ്ടായിരുന്ന പോലത്തെ കുറച്ച് തിങ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിൽവർ സ്വീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ മെഹന്തി കൈൻഡ് ഓഫ് ഷുഗർ ബീഡ്സ് മെഹന്തി ഷുഗർ ബീഡ്സ് ഉണ്ട്. അതുപോലെ മറ്റേ സ്വീക്വൻസിൻ്റെ ഗ്രീൻ, സ്വീക്വൻസിൻ്റെ ബ്ലൂ, ഹാഫ് പേൾ ബീഡ്സ്, പിന്നെന്താ ദിസ് പിങ്ക് ഷുഗർ ബീഡ്സ്, പർപ്പിൾ. ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇന്ന് പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ. ഐ തിങ്ക് ഇതെൻ്റെ കയ്യിലുണ്ടെന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് ഓക്കെ. പിന്നെ വൈറ്റ് നമുക്ക് നല്ല യൂസ് അല്ല, ഇതെൻ്റെ കയ്യിൽ കുറേ ഇരിപ്പുണ്ട്, എന്നാലും ഞാൻ എടുത്തന്നേ ഉള്ളൂ. ദിസ് വൺ. ദെൻ അതിൻ്റെ ബ്ലാക്ക്, സ്വീക്വൻസിൻ്റെ ബ്ലാക്ക്, ഈ ബ്ലാക്കും എൻ്റെ കയ്യിലുണ്ട്, എന്നിട്ട് ഞാൻ എന്തിനെടുത്തോണ്ടോ. പിന്നെ ബ്ലാക്ക് കളറിലെ ഷുഗർ ബീഡ്സ്, പിന്നെ ബ്ലൂ ഷുഗർ ബീഡ്സ്, ഇതും എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ട് ഞാൻ വീണ്ടും എടുത്തതാണെന്ന് തോന്നുന്നു. ബ്ലൂ ഷുഗർ ബീഡ്സ് അതെടുത്തു. പിന്നെ ഗോൾഡൻ കളർ ഇത് ഗോൾഡൻ കളർ സ്വീക്വൻസ് അതുണ്ട്. പിന്നെ കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ് വാങ്ങിച്ചു. എംബ്രോയ്ഡറി ത്രെഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് വന്നിട്ട് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ടോൺ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു കളറാണുള്ളത്. പിന്നെ എനിക്കിന്നൊരു വെറൈറ്റി എൻ്റെ കയ്യിൽ ഇരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു ഷെയ്ഡ് ഓഫ് ഗോൾഡൻ കളറ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ചും കൂടെ കൊള്ളാൻ തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. 0.3 വേണമെങ്കിൽ ഇവിടെ പോയി വാങ്ങാം, ഉള്ളത് കൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ കുറേ ദിവസം കൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഗിയർ വയർ വാങ്ങിച്ചു. ഇൻവിസിബിൾ നെക്ക് ചെയിൻസ് ഒക്കെ ഇപ്പം ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഐപ്പിൻസ് ആണ്. ചിലതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഹൗ ഇറ്റ് ഗുഡ്, എത്ര നല്ലതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇത് നല്ലൊരു സാധനമാണ്. സോ ഐ ബൈ ദിസ്. അപ്പോൾ ആ പേപ്പറും ഗാലി ഫിനിഷ്. ദെൻ ഐ എം ഗോയിങ് ടു ഷോ യു നെക്സ്റ്റ്. ഇനി ഏതാണ്ട് കാലിയായി, എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. എന്നാലും ഇതേപോലത്തെ ഒരു പൗച്ചുണ്ട്, ഇതിലിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന. ഇവിടെ ഒരു കൊളുത്തുണ്ട്, അതിലെനിക്കിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു പൗച്ചുണ്ട്. ഇതിലാണ് ഞാൻ എപ്പോഴും എൻ്റെ ചില്ലറ പൈസ അടക്കം, അതായത് ഈസി ടു ഓപ്പൺ ആൻഡ് ചേഞ്ച് എടുക്കാൻ വേണ്ടി. ഇതിലിപ്പോൾ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പിച്ചക്കാരിയായി. കുടയുണ്ട്, മടക്കി വെച്ചില്ല, അതുകൊണ്ട് വൃത്തി കുറച്ച് കുറവുണ്ട്. കുടയുണ്ട്. പിന്നെ നെക്സ്റ്റ് ദിസ് ഈസ് മൈ പേഴ്സ്. ഇതിനകത്തൊന്നുമില്ല, 50 രൂപയായിട്ട് കാണും. ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ചില്ലേ. പിന്നെ ഇന്ന് വാങ്ങിച്ചപ്പോഴുള്ള ബില്ല് അമ്മ കണ്ട ഓട്ടിക്കും. 383 രൂപയായി ഒരു കടയിൽ. അമ്മ കണ്ട ഓട്ടിക്കും. എന്തായാലും അമ്മ ഈ വീഡിയോ കാണും. ഫിനിഷ്. എൻ്റെ ബാഗിൽ ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട ചില്ലറ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനമില്ല. അപ്പോൾ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ, സി യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഫോളോ ചെയ്ത് നമുക്കൊരു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അതായത് മറ്റേ ഇതിലൊക്കെ പറയത്തില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളും പിന്നെന്താ ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്ലീസ് ടെക്സ്റ്റ് ടു മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ, സി യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.